നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ കടന്നു വരും. നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. നാം ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ, ഈ സമൂഹത്തിന് മുന്നിലാണ് നാം ജീവിക്കുന്നത് എങ്കിൽ നിരന്തരമായി ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരും. അപ്പൊ നമ്മൾ പലപ്പോഴും അതിനെ നിസ്സാരമായി മാറ്റിവെക്കാനാണ് പല ആളുകളും നമ്മളോട് പറയാറ്. നമ്മൾ ആരോടെങ്കിലും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയാറ് അതൊക്കെ വിട്ടുകള, അതിനൊന്നും അത്ര കാര്യമാക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആളുകൾ ഉപദേശിക്കുന്നതും ആ രീതിയിൽ അതിനെ നിസ്സാരമാക്കി വെക്കാനാണ്. പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ നിസ്സാരമാക്കി വെച്ചാലും നമ്മുടെ മനസ്സിനുള്ളിൽ ആ പ്രശ്നം അങ്ങനെ ഒരു പ്രതിസന്ധിയായി നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമായി നിൽക്കും. അതുമൂലം നമുക്ക് മാനസികമായിട്ടുള്ള ഉന്മേഷക്കുറവും അതുപോലെ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ നിരന്തരമായി ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നാം ചെയ്യേണ്ടത് അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നതിന് പകരം അതിനെ നാം പരിഹരിക്കാനുള്ള, എന്നേക്കുമായി പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങൾ നാം തേടണം. ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മുന്നിലും ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇന്ന് വിജയിച്ച് കാണുന്ന ആളുകൾക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെ അവർ വളരെ കൃത്യമായി പരിഹാരം കണ്ടെത്തുന്നു, സൊല്യൂഷൻസ് കണ്ടെത്തുന്നു എന്നതാണ് അവരുടെയൊക്കെ വിജയത്തിന് കാരണം. അതുപോലെ നമ്മുടെ മുന്നിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും നാം ഓരോ സൊല്യൂഷൻ കണ്ടെത്തി അതിനെ പരിഹരിച്ച് എന്നേക്കുമായി അത്തരം പ്രശ്നങ്ങളെ നമ്മൾ മാറ്റി നിർത്താൻ, ഇല്ലായ്മ ചെയ്യാൻ നാം ശ്രമിക്കണം. നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു പ്രശ്നം പോയാൽ അടുത്ത പ്രശ്നം വരും, അത് തീർന്നാൽ അടുത്ത പ്രശ്നം വരും. പ്രശ്നമെന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരമായി അവന്റെ നിഴലുപോലെ തുടരുന്ന ഒന്നാണ്. ആ നിഴലുപോലെ തുടരുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ഓരോന്നിനെയും പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നാം ചെയ്യണം. അത് മനഃശാസ്ത്രപരമായി, ശാസ്ത്രീയമായി അതിനെ പരിഹരിക്കാൻ കഴിയുന്ന, എളുപ്പത്തിൽ ഏത് പ്രശ്നത്തെയും നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി നാം ചെയ്യേണ്ടത് ആ പ്രശ്നത്തെ മനസ്സിലാക്കുക എന്നതാണ്. അതിനെ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. എന്താണ് നമ്മുടെ പ്രശ്നം, എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് നാം ആദ്യം തിരിച്ചറിയുക. ആ പ്രശ്നത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിനെ അനലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ, എന്തു പ്രശ്നമാണ് എനിക്കുള്ളത് എന്നത് നാം തിരിച്ചറിയുക, അതിനെ മനസ്സിലാക്കുക. അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നാം സ്വയം അംഗീകരിക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രശ്നം എനിക്കുണ്ട്. ആ പ്രശ്നത്തെ മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതോടെ നമ്മുടെ പാതി പ്രശ്നം തീരും. ആ പ്രശ്നത്തിൻ്റെ ഗൗരവം കുറച്ച് കുറയും. മനഃശാസ്ത്രപരമായി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഒരുപാട് ആളുകൾ, അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയ വലിയ വലിയ ആളുകൾ പറയുന്നത് ഓരോ പ്രശ്നത്തിനുമുള്ള പരിഹാരവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്, നമ്മളിൽ തന്നെയുണ്ട്. നമ്മുടെ മുന്നിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതും നമുക്ക് തന്നെയാണ് എന്ന് നമുക്ക് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഏറ്റവും സഹായിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ്, ആ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ജേർണലിംഗ് എന്നത്. നാം ആ വിഷയത്തെ കൃത്യമായി ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് നമ്മുടെ ആ പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമ്മളത് പേപ്പറിൽ എഴുതുന്നതോടുകൂടി ആ പ്രശ്നത്തിൻ്റെ കാഠിന്യം വീണ്ടും കുറയുകയും ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ മനസ്സിൽ തന്നെ ഉദിച്ചു വരികയും ചെയ്യും. ആ ജേർണലിംഗ് എഴുതേണ്ട രീതികളുണ്ട്. ചില ചോദ്യങ്ങൾ നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. നാം എഴുതുമ്പോൾ എനിക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കേണ്ടതുണ്ട്, എൻ്റെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം ഇന്നതാണ് എന്ന് നാം എഴുതിയതിന് ശേഷം നാം ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ നാം തന്നെ കണ്ടെത്തുകയും ചെയ്യുക. ഒന്നാമതായി നാം ചോദിക്കേണ്ടത് എന്താണ് ആ പ്രശ്നം എന്ന് നാം ആദ്യം ഒരു ചോദ്യരൂപത്തിൽ എഴുതുക. എന്നിട്ട് ആ പ്രശ്നത്തെ വളരെ വിശദമായി ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് അതിൽ ഉത്തരവും എഴുതുക. രണ്ടാമതായി നാം ചോദിക്കേണ്ട ചോദ്യം, ഈ പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയത്, ഏത് സമയം മുതലാണ് ഈ പ്രശ്നം എനിക്ക് ആരംഭിച്ചത്,
എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉത്തരവും വിശദമായി നാം ആ നോട്ട് ബുക്കിൽ എഴുതുക. മൂന്നാമതായി നാം ചോദിക്കേണ്ടത്, ഈ പ്രശ്നം എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത്? അതായത് എന്തു കാരണത്താലാണ് ഈ പ്രശ്നം എനിക്കുണ്ടായത്, ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ് എന്ന് മൂന്നാമത് നാം ആ ചോദ്യം എഴുതിയതിന് ശേഷം അതിന് നാം കണ്ടെത്തുന്ന കാരണത്തെ വളരെ വിശദമായി തന്നെ എഴുതി വെക്കുക. നാലാമതായി എഴുതേണ്ടത്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഏതു മിസ്റ്റേക്കിൻ്റെ കാരണത്താലാണ്, ഏത് തെറ്റിൻ്റെ പേരിലാണ്, ഏതു ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ പേരിലാണ് ഈ മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചത്, ഈ പ്രശ്നം എനിക്ക് വന്നുപെട്ടത് എന്ന്. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ വളരെ വിശദമായി നാം ആ പുസ്തകത്തിൽ എഴുതി വെക്കുക. അഞ്ചാമതായി നാം എഴുതേണ്ടത്, ആരു കാരണത്താലാണ് എനിക്ക് ഈ പ്രശ്നമുണ്ടായത്. മറ്റാരുടെയെങ്കിലും കാരണത്താലാണ് എങ്കിൽ അത് എഴുതുക. അതല്ല, എൻ്റെ ഇന്നാലിന്ന പ്രവർത്തനം കൊണ്ടാണ് ഇതുണ്ടായത് എന്ന്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും കാരണമുണ്ട് എങ്കിൽ ആ ആളുടെ മുഴുവൻ ഡീറ്റെയിൽ എഴുതുക. ഇങ്ങനെ ഈ 5 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നതോടുകൂടി, ഇത്തരം ചോദ്യങ്ങൾ നാം നമ്മോട് ചോദിക്കുകയും അതിന് ഉത്തരം നാം കണ്ടെത്തുകയും ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ പ്രശ്നത്തെ റിയലൈസ് ചെയ്യുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ആ പ്രശ്നത്തെ നാം മനസ്സിലാക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൊല്യൂഷൻ മേക്കിംഗ് ആണ്. ഇനി നമ്മുടെ ഈ നാം വിശദമായി എഴുതിയ നമ്മുടെ ഈ പ്രശ്നത്തിന് എന്തു പരിഹാരമാണ് ഉള്ളത്, ഇത് എന്നിൽ നിന്ന് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടി എന്തു പരിഹാരമാണ് ചെയ്യാൻ കഴിയുക, എന്താണ് എൻ്റെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുകയും, ആത്മാർത്ഥമായി നാം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അല്ല എങ്കിൽ നമ്മുടെ ഇന്നർ പവറിൽ നിന്ന്, നമ്മുടെ ഓരോ വ്യക്തിക്കും ഇൻഹറന്റായി നിൽക്കുന്ന, നമ്മളിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ദൈവീകമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമുക്കതിന് പരിഹാരം നൽകുക തന്നെ ചെയ്യും. ഈ മെത്തേഡ് നമ്മളുടെ പ്രശ്നത്തിന് നാം തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഏത് വേദപുസ്തകങ്ങൾ പരിശോധിച്ചാലും, ഏത് മനഃശാസ്ത്ര പുസ്തകങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, നമുക്ക് താങ്ങാൻ കഴിയുന്ന പ്രതിസന്ധി മാത്രമേ നമുക്ക് നൽകപ്പെടുകയുള്ളൂ. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരികയുള്ളൂ. പലപ്പോഴും ആ പ്രശ്നങ്ങളിൽ സങ്കടപ്പെട്ടുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് യാതൊരു സൊല്യൂഷനും കണ്ടെത്താതെ അന്താളിച്ച് പാനിക്കായി നിൽക്കുന്നതിനു പകരം നാം ഈ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ, ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുകയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നർ പവറിനോട് നമ്മളോട് തന്നെ നാം ചോദിച്ചാൽ അതിൻ്റെ പരിഹാരം തീർച്ചയായിട്ടും ലഭിക്കും. മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്നത്, നമ്മുടെ അടുത്ത് പലപ്പോഴും ആളുകൾ വരുന്ന സമയത്ത്, പലപ്പോഴും ഓരോ പ്രശ്നങ്ങളുമായി വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഈ എക്സസൈസ് പ്രാവർത്തികമാക്കുന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ എല്ലാം മാറിയിട്ടുണ്ട്. അത് നമ്മളാരും മാറ്റിയതല്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ തന്നെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, നിങ്ങൾ ഈ മെത്തേഡ് നിങ്ങളോട് തന്നെ കൃത്യമായി ഒരു പേനയും ഒരു പേപ്പറും എടുത്ത്, എന്താണ് എൻ്റെ പ്രശ്നം, എപ്പോഴാണിത് സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, ഇതിൻ്റെ കാരണം എന്താണ്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, അല്ല എങ്കിൽ ആരു മൂലമാണ് എനിക്കിതുണ്ടായത്, ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ ആരാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നാം നമ്മളോട് ചോദിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ, ഏത് പ്രശ്നത്തെയും എളുപ്പത്തിൽ പരിഹരിക്കാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മുടെ ഇൻഹറന്റ് ആയുള്ള, നമ്മുടെ ഉള്ളിലുള്ള നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് തന്നെ പരിഹാരം തേടാൻ നാം ശ്രമിക്കുക. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.